ഹായ് എല്ലാവർക്കും നമസ്കാരം. ഈ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ പലർക്കും പല രീതിയിലുള്ള കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? പക്ഷേ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ ആക്സിഡന്റ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിന് മെയിനായിട്ട് 7 ഭാഗങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം ഓരോന്നും നമുക്ക് ഈസി ആയിട്ട് എക്സാമ്പിൾ സഹിതം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടണോട് മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അതുകൂടാതെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് സേഫ്റ്റി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സേഫ്റ്റി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ഒരു സേഫ്റ്റിയിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റാണ്. സംഭവം മനസ്സിലായില്ലേ? അപ്പോൾ ഈ കുറച്ചൊരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ഥാപനത്തിൽ സേഫ്റ്റി ഫസ്റ്റ് എന്നതൊരു ഒഫീഷ്യൽ റൂൾ. ഓക്കെ, അപ്പോൾ ഇത് ഒരു പേപ്പറിൽ മാത്രം ഒതുങ്ങാതെ എല്ലാ ജീവനക്കാർക്കും ഈ ഒരു സംഭവം അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇത് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? ട്രെയിനിങ് വഴി നമുക്ക് ഈ സംഭവം അറിയിക്കാം എംപ്ലോയീസിൻ്റെ അടുത്ത്. പിന്നെ അതുപോലെ തന്നെ നോട്ടീസ് ബോർഡ് വഴി നമുക്ക് ഈ ഒരു മെസ്സേജ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇൻഡക്ഷൻ ട്രെയിനിങ് വഴി നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് അവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇല്ലേ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹെൽമെറ്റ് ഇല്ലാതെ ഫാക്ടറിയിൽ പ്രവേശനമില്ല എന്നുള്ളത് ആ ഒരു കമ്പനിയുടെ ക്ലിയർ ആയിട്ടുള്ള ഒരു പോളിസിയാണ്. ഇപ്പോൾ സംഭവം മനസ്സിലായില്ലേ? ഇതാണ് നമ്മൾ മെയിനായിട്ട് പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റാണ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ വർക്കുകളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ അവിടെ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ സേഫ്റ്റി സിസ്റ്റം കറക്റ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അല്ലേ? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കമ്പനിയിലെ സേഫ്റ്റി ഓഫീസർ എന്ത് ചെയ്യും? ഈ അവിടുത്തെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അവിടുത്തെ സൂപ്പർവൈസർ എന്ത് ചെയ്യുന്നത്? ഈ വർക്കേഴ്സിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഇനി വർക്കേഴ്സ് എന്ത് ചെയ്യണം? ഈ വർക്ക് ചെയ്യുമ്പോൾ PPEസും കാര്യങ്ങളൊക്കെ ധരിച്ചിരിക്കണം. ഇൻ കേസ് ഒരു വർക്കർ PPEs ധരിക്കാതെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ സൂപ്പർവൈസർ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം? ആ സൂപ്പർവൈസർ കറക്റ്റായിട്ടുള്ള അതിന് ആക്ഷൻ എടുക്കണം. മനസ്സിലായില്ലേ? ഇതാണ് ഓർഗനൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ പോയിന്റാണ് പ്ലാനിങ് എന്ന് പറഞ്ഞത്. അതായത് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു അപകടം സംഭവിക്കുന്നതിന് മുമ്പ് അത് തടയാനുള്ള കറക്റ്റായിട്ടുള്ള ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് ഹസാർഡും കാര്യങ്ങളൊക്കെ, അവിടെയുള്ള ഹസാർഡും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തണം. പിന്നെ അവിടെ എത്രത്തോളം റിസ്ക് ഉണ്ടെന്നുള്ളത് കണ്ടെത്തണം ഇല്ലേ? പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ നടക്കുന്ന ഏരിയ ഒക്കെ, അതായത് നടക്കുന്ന ഫ്ലോറും കാര്യങ്ങളൊക്കെ വളരെ സ്ലിപ്പറി ആണെങ്കിൽ സാധാരണ എന്ത് പറ്റുന്നത്? ആളുകൾ അവിടെ വീഴാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ എന്തൊക്കെ ചെയ്യണം? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാർണിംഗ് ബോർഡുകൾ നമ്മൾ സെറ്റ് ചെയ്യാം ഇല്ലേ? അല്ലെങ്കിൽ ആൻറ്റി സ്കിഡ് മാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഉപയോഗിക്കാം ഇല്ലേ? അപ്പം ഇതൊക്കെയാണ് നമ്മൾ പ്ലാനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നാലാമത്തെ പോയിന്റാണ് ഇംപ്ലിമെന്റിങ്, അതായത് നടപ്പാക്കുക അല്ലേ? ഇംപ്ലിമെന്റിങ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്ലാൻ ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ പ്ലാനിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഗ്രൗണ്ട് ലെവലിൽ നടപ്പാക്കുന്നതിനെ നമ്മൾ ഇംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ ഒരു വർക്കറിന് PPEs കൊടുത്താൽ മാത്രം പോരാ. ഈ വർക്കേഴ്സ് എന്ത് ചെയ്യണം? അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പാക്കണം അല്ലേ? പിന്നെ അതുപോലെ തന്നെ ട്രെയിനിങ് നൽകണം. പിന്നെ അതുപോലെ തന്നെ റൂൾസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യിപ്പിക്കുകയൊക്കെ വേണം ഇല്ലേ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹെൽമെറ്റ് കൊടുത്തിട്ടും വർക്കർ ധരിക്കാത്തത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഉടൻ തന്നെ ആ വർക്ക് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചാൽ അവിടെ ആ ഒരു പ്രശ്നം നമ്മളവിടെ ക്ലിയർ ചെയ്യണം ഇല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇംപ്ലിമെന്റിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത അഞ്ചാമത്തെ പോയിന്റാണ് മെഷറിംഗ് പെർഫോമൻസ്. ഇതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സേഫ്റ്റി സിസ്റ്റം എത്രത്തോളം എഫക്റ്റീവാണ് എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. മനസ്സിലായത്? അതായത് ഈ ആക്സിഡന്റ് കുറയുന്നുണ്ടോ, പിന്നെ അതുപോലെ തന്നെ വർക്കേഴ്സ് സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഡെയിലി ബേസിൽ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം അല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫാക്ടറിയിൽ ആക്സിഡന്റ് കുറയുന്നുണ്ടെങ്കിൽ സേഫ്റ്റി സിസ്റ്റം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു എന്നാണ് അതിനർത്ഥം അല്ലേ? അപ്പം അതാണ് നമ്മൾ മെയിനായിട്ട് മെഷറിംഗ് പെർഫോമൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇനി അടുത്ത പോയിന്റ് ആണ് ഓഡിറ്റിംഗ് ആൻഡ് കറക്റ്റീവ് ആക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓഡിറ്റിംഗ് വഴി നമ്മുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ നമ്മുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുകയും ഫ്യൂച്ചറിൽ അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ ഈ ഫയർ എക്സ്റ്റിങ്വിഷർ എക്സ്പയർ ആയി പോയിട്ടുണ്ടെങ്കിൽ അതിനെ കറക്റ്റായിട്ട് റീപ്ലേസ് ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ കൂടാതെ റെഗുലറായിട്ട് ഇൻസ്പെക്ഷൻ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ഓഡിറ്റിംഗ് ആൻഡ് കറക്റ്റീവ് ആക്ഷൻസ് എന്ന പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് അവസാനത്തെ 7ാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ ആൻഡ് കണ്ടിന്യൂവൽ ഇംപ്രൂവ്മെന്റ്. അതായത് ഇത് നമ്മുടെ സിസ്റ്റത്തിനെ എപ്പോഴും ഇംപ്രൂവ് ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്രോസസ്സാണ്. അതായത് ഈ ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ഒക്കെ നമ്മുടെ കമ്പനിയിലൊക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ കാരണങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ട് അതിന്റെ റൂൾസ് അപ്ഡേറ്റ് ചെയ്യുകയും ട്രെയിനിങ് ഒക്കെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുകയൊക്കെ വേണം. ഇനി സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാരണം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ട് ഫ്യൂച്ചറിൽ അത് അവോയ്ഡ് ചെയ്യാൻ പുതിയ സേഫ്റ്റി മെഷേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് നമ്മൾ റിവ്യൂ ആൻഡ് കണ്ടിന്യൂവൽ ഇംപ്രൂവ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുക്ക് മാത്രമല്ല. പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ ആളുകളുടെ മൈൻഡിൽ ഫസ്റ്റ് വരുന്നത് അതൊരു ബുക്കല്ലേ എന്നുള്ളൊരു വിചാരം, മനസ്സിലായി? അപ്പൊ ഇത് സത്യത്തിൽ നമ്മുടെ ലൈഫിനെ സേവ് ചെയ്യുന്ന ഒരു സേഫ്റ്റി കൾച്ചറാണ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാം, ഈ പോളിസി മുതൽ റിവ്യൂ വരെയുള്ള ഈ ഒരു 7 ഘടകങ്ങൾ നമ്മൾ ശരിയായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസ് നമുക്ക് അവിടെ സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ എന്ത് സിസ്റ്റം ഉണ്ടായാലും ശരി, അത് വിജയിപ്പിക്കുന്നത് ഒരേ ഒരു കാരണത്താലാണ്, നമ്മുടെയൊക്കെ കമ്മിറ്റ്മെന്റ് അല്ലേ? ഇപ്പം മാനേജ്മെന്റ് മുതൽ വർക്കേഴ്സ് വരെ എല്ലാവരും സേഫ്റ്റി സീരിയസ് ആയിട്ട് എടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു സിസ്റ്റം ട്രൂലി വർക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു കാര്യം എപ്പോഴും ആലോചിക്കുക, ഈ സേഫ്റ്റി സിസ്റ്റം ഉണ്ടാക്കുന്നത് കമ്പനിയൊക്കെ ആയിരിക്കും, പക്ഷേ അത് വിജയിപ്പിക്കുന്നത് അവിടെയുള്ള വർക്കേഴ്സാണ്, അല്ലെങ്കിൽ അവിടെയുള്ള മാനേജ്മെന്റ് സിസ്റ്റം ആയിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഈ 7 കാര്യങ്ങൾ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.